നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അലോഹ. അലോഹ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീറ്റിംഗ് വേർഡാണ്. ഹവായിയിൽ എല്ലാവരെയും ആദ്യം കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നൊരു വേർഡാണ് അലോഹ എന്നുള്ളത്. അലോഹ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ഷിപ്പോടുകൂടി, വളരെ കമ്പാഷനേറ്റായിട്ട്, റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, ഫ്രണ്ട്ലി ആയിട്ട് ഒരാളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നതാണ് അലോഹ എന്നുള്ളൊരു വാക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് അലോഹ. ഇത് ഹവായിലെ ഹൊനലൂലു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. മലനിരകളും അതുപോലെ തന്നെ അതിൻ്റെ വാലീസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു എയർബിഎൻബി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾ കാണാം, മലയുടെ അടിവാരത്ത് നല്ല നല്ല ചെറിയതും വലുതും പല സൈസിലായിട്ടുള്ള വില്ലാസാണ്. വളരെ ഭംഗിയാണ് കാണാൻ. നാച്ചുറൽ, ദൈവം ഇത്ര ഭംഗിയായിട്ട് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് അതിശയിച്ചു പോകുന്ന ഒരു സമയമായിരുന്നു ഞാനിവിടെ വന്നത് കണ്ടപ്പോൾ. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഈ മലയുടെ അടിവാരങ്ങളിലുള്ള വീടുകളിലൊക്കെ താമസിക്കുകയും ഈവനിങ്ങിൽ ഇറങ്ങിയിട്ട് വെളിയിലിറങ്ങി പ്രകൃതിയെ നോക്കുമ്പോഴുള്ളൊരു ഭംഗി ഭയങ്കര രസം തന്നെയായിരുന്നു. ഒരാഴ്ച പോയത് എങ്ങനെയാണെന്ന് തന്നെ അറിഞ്ഞില്ല. അതുപോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ആ ഒരു സൺറൈസും അതുപോലെ തന്നെ സൺസെറ്റും ഒക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. നോക്കിക്കേ, മലനിരകൾ, റോഡുകളൊക്കെ നല്ല വൃത്തിയും നല്ല ഭംഗിയും ഒക്കെയാണ്. ഇവിടെ വളരെ ക്ലീനായിട്ടുള്ളൊരു സ്ഥലമാണ്. റോഡിലൊക്കെ ആണെങ്കിലും ഒരു ഇലകളോ അങ്ങനെയുള്ള ഒരു ചപ്പുചവറുകളോ ഒന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സും എല്ലാ ട്രോപ്പിക്കൽ പ്ലാന്റ്സും ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട് മുറ്റത്ത് കണ്ടിരുന്ന ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇവിടെ അതൊക്കെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴച്ചെടികൾ. പിന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെമ്പകമാണ്. ചെമ്പകം പൂ നല്ല ഭംഗിയാണ്. ചെമ്പകം അത് വെള്ള നിറത്തിലുള്ള ചെമ്പകവുമുണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറുള്ള ചെമ്പകവുമുണ്ട്. ദേ കണ്ടോ, പിങ്ക് നിറത്തിലുള്ള ചെമ്പകം നിൽക്കുന്നുണ്ടോ? നല്ല മണമാണ് ഈ ചെമ്പകത്തിന്, നല്ല ഭംഗിയാണ്. എല്ലായിടത്തും ഇങ്ങനെ ഈ ചെമ്പകം നട്ട് വളർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മാങ്ങ, ആത്തയ്ക്ക, മുള്ളാത്തയ്ക്ക, കൈതച്ചക്ക, ഫാഷൻ ഫ്രൂട്ട്, ഓമയ്ക്ക, അങ്ങനെയുള്ള പപ്പായ, അങ്ങനെയുള്ള പലതരമായിട്ടുള്ള ഫ്രൂട്ട്സ്, വെരി കോമൺലി അവൈലബിൾ ഫ്രൂട്ടുകൾ ഇവിടെ കാണും. പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീമച്ചക്കയാണ്. ചീമച്ചക്ക ഞങ്ങൾ മേടിച്ച് പുഴുങ്ങി കഴിച്ചു. നല്ല രുചിയായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോമണായിട്ട് കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പ്, ധാരാളം ചേമ്പ് കാണുവാനുമായിട്ട് നമുക്ക് സാധിക്കും. ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡ് വാക്കിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. അതൊരു ചേമ്പാണ്. മലനിരകളിങ്ങനെ ഫുള്ള് ഇത് ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുകയാണ്. അതിന് നടുക്കാണ് ഈ ഒരു ചെറിയൊരു സബ് ഡിവിഷൻ പോലെ വീടുകൾ പണിഞ്ഞിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. താങ്ക് യു.